നമസ്കാരം. തനിനിറം ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദം. മന്ത്രി കെ മുരളീധരന്റെ പേഴ്സണൽ സ്റ്റാഫിലെ 2 ഉദ്യോഗസ്ഥർ രാജിവെച്ചതിൽ പ്രതികരണവുമായി മന്ത്രി രംഗത്ത്. അധിക സമയം ഓഫീസിൽ ഇരിക്കേണ്ടി വരുമെന്ന കാരണം സൂചിപ്പിച്ചാണ് സ്റ്റാഫ് അംഗങ്ങളുടെ രാജിയെന്ന് മന്ത്രി അറിയിച്ചു. മന്ത്രി കെ മുരളീധരന്റെ പേഴ്സണൽ സ്റ്റാഫിലെ 2 ഉദ്യോഗസ്ഥർ രാജിവെച്ചതിൽ പ്രതികരണവുമായി മന്ത്രിയും രംഗത്ത്. അധിക സമയം ഓഫീസിൽ ഇരിക്കേണ്ടി വരുമെന്ന കാരണം സൂചിപ്പിച്ചാണ് സ്റ്റാഫ് അംഗങ്ങളുടെ രാജിയെന്ന് മന്ത്രിയും അറിയിച്ചു. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആർ ശ്രീലാൽ, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കെ ഗോവിന്ദരാജ് എന്നിവരാണ് ഒഴിഞ്ഞത്. പൊതുഭരണ വകുപ്പിൽ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ശ്രീലാൽ മെയ് 31-ന് സർവീസിൽ നിന്ന് വിരമിച്ചു. രാവിലെ മുതൽ രാത്രി വരെയുള്ള ജോലിയും വീട്ടിലെ സാഹചര്യവും കണക്കിലെടുത്ത് സ്റ്റാഫിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ജൂൺ 25-ന് അദ്ദേഹം മന്ത്രിയോട് ആവശ്യപ്പെട്ടു. പകരം നിയമിക്കാനുള്ള ഉദ്യോഗസ്ഥനെ മന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ച ശേഷമാണ് അവിടം വിട്ടതെന്ന് ശ്രീലാൽ പറഞ്ഞു. പൊതുഭരണ വകുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയായി തുടരുന്ന ഗോവിന്ദരാജനും അധിക ജോലി സമയം പറഞ്ഞാണ് ഒഴിഞ്ഞത്. മന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാർ തമ്മിലുള്ള തർക്കം മൂലമാണ് തങ്ങൾ ഒഴിഞ്ഞതെന്ന പ്രചാരണം തെറ്റാണെന്ന് ഇരുവരും പറഞ്ഞു. അത് അവർ തന്നെ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണെന്ന്. ഞാൻ രാത്രി 12 മണിക്കാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് പോകാറ്. അത്രയും സമയം ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് ചിലർക്കുണ്ട്. അതുകൊണ്ട് അവർ ഒഴിഞ്ഞു പോയി സ്വയം. അത്രയേ ഉള്ളൂ. എറണാകുളം മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കട്ടിലുകൾ മോഷ്ടിക്കാൻ ശ്രമിച്ച പൂർവ്വ വിദ്യാർത്ഥി അറസ്റ്റിലായി. അങ്കമാലി സ്വദേശി ആൻസ്റ്റനാണ് പിടിയിലായത്. എറണാകുളം മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കട്ടിലുകൾ മോഷ്ടിക്കാൻ ശ്രമിച്ച പൂർവ്വ വിദ്യാർത്ഥി അറസ്റ്റിലായി. അങ്കമാലി സ്വദേശി ആൻസ്റ്റനാണ് പിടിയിലായത്. ഹോസ്റ്റലിലെത്തിയ യുവാവ് മൊബൈൽ ആപ്പ് വഴി വാഹനം ബുക്ക് ചെയ്ത് പുലർച്ചെ കട്ടിലുകളുമായി കടന്നു കളയാൻ ശ്രമിച്ചപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ തടയുകയായിരുന്നു. പുലർച്ചെയാണ് പൂർവ്വ വിദ്യാർത്ഥി സെക്യൂരിറ്റി ജീവനക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. 8 കട്ടിലുകൾ പിക്കപ്പ് വാനിൽ കെട്ടിവെച്ച് കടന്നു കളയാനുള്ള ഒരുക്കത്തിലായിരുന്നു യുവാവ്. സംശയം തോന്നിയ സെക്യൂരിറ്റി ജീവനക്കാരൻ ചോദ്യം ചെയ്തപ്പോൾ മൂട്ടയെ കൊല്ലാൻ അങ്കമാലിയിൽ മരുന്നടിക്കാൻ കൊണ്ടുപോകുന്നതെന്നാണ് മറുപടി നൽകിയത്. എന്നാൽ അതിന് ആര് ചുമതലപ്പെടുത്തിയെന്ന് ചോദിച്ചപ്പോൾ മറുപടിയില്ല. ഹോസ്റ്റൽ വാർഡന്റെ പരാതിയിൽ സെൻട്രൽ പോലീസ് ആൻസിനെ കസ്റ്റഡിയിലെടുത്ത് വൈദ്യപരിശോധന പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തി. 2024-ൽ കോളേജിൽ നിന്ന് പഠനം കഴിഞ്ഞ് പുറത്തുപോയതാണ് ആൻസ്റ്റൺ. അത്തരം ആളുകൾ പലരും ഹോസ്റ്റലിൽ വരാറുള്ളതിനാൽ ആദ്യം സെക്യൂരിറ്റി സംശയിച്ചിരുന്നില്ല. കവർച്ചയ്ക്ക് മുമ്പ് ചില സുഹൃത്തുക്കളെ ഇയാൾ ഫോണിൽ വിളിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആൻസ്റ്റൺ ഇതിനു മുമ്പ് മോഷണമെന്നും നടത്തിയതായി പോലീസിന് അറിവില്ല. അമ്മയ്ക്ക് അസുഖമാണെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്നുമാണ് പ്രതി ചോദ്യം ചെയ്യലിൽ മൊഴി നൽകിയത്. ഇതുൾപ്പെടെ വിഷയത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ലഹരി വിപത്തിന്റെ വലിയ വെല്ലുവിളി നിറഞ്ഞ കാലത്തിലൂടെയാണ് പുതുതലമുറ കടന്നു പോകുന്നതെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ എ തുളസി. ലഹരിയെ തിരുത്താൻ സമൂഹം ഒറ്റക്കെട്ടായി പോരാട്ടം തുടരണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ലഹരി വിപത്തിന്റെ വലിയ വെല്ലുവിളി നിറഞ്ഞ കാലത്തിലൂടെയാണ് പുതുതലമുറ കടന്നു പോകുന്നതെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ എ തുളസി. ലഹരിയെ തുരത്താൻ സമൂഹം ഒറ്റക്കെട്ടായി പോരാട്ടം തുടരണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അക്കാദമിക് രംഗത്തെ പ്രതിഭകളെ അനുമോദിക്കുന്നതിനായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച വിജയോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ സമൂഹത്തിൽ വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ കുറെ വർഷങ്ങളായി ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപഭോഗവും വിപണനവും നമ്മുടെ കുടുംബങ്ങളിലും യുവതലമുറയിലും വിദ്യാർത്ഥി സമൂഹത്തിലും എത്തിച്ചിട്ടുള്ള ആപത്ത് എന്ന് പറയുന്നത്, വിപത്ത് എന്ന് പറയുന്നത് വളരെ വളരെ വലിയ ഒരു വിപത്താണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാനുള്ള ഒരു വലിയ ബൃഹത്തായ പദ്ധതി തന്നെ ഈ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ലഹരിക്കെതിരെ സന്ധിയില്ല പോരാട്ടം. ടൈലറിംഗ് ഷോപ്പിന്റെ മറവിൽ ഹാൻഡ്സ് വിൽപ്പന നടത്തിയ യുവാവിനെ എക്സൈസ് പിടികൂടി. ലഹരിക്കെതിരെ സന്ധിയില്ല പോരാട്ടം. ടൈലറിംഗ് ഷോപ്പിന്റെ മറവിൽ ഹാൻഡ്സ് വിൽപ്പന നടത്തിയ യുവാവിനെ എക്സൈസ് പിടികൂടി. കൊപ്പം വിളയൂർ കൂരാച്ചിപ്പടിയിൽ ടൈലറിംഗ് ഷോപ്പിന്റെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിവന്ന യുവാവിനെയാണ് ഓപ്പറേഷൻ തണ്ടർ റെയ്ഡിന്റെ ഭാഗമായി പിടികൂടിയത്. ടൈലറിംഗ് ഷോപ്പിൽ നിന്ന് പുകയില ഉൽപ്പന്നങ്ങളും എക്സൈസ് പിടിച്ചെടുത്തു. കടയുടമയായ കൂരാച്ചിപ്പടി സ്വദേശി കോട്ടയം കുന്നിൽ വീട്ടിൽ ബാബുവിനെ പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കസ്റ്റഡിയിൽ എടുത്തത്.
SLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായുള്ള NK അക്ബർ MLA പ്രതിഭാ പുരസ്കാര സമർപ്പണവും പ്രതിഭാ സംഗമവും ഗുരുവായൂരിൽ നടന്നു. SLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായുള്ള NK അക്ബർ MLA പ്രതിഭാ പുരസ്കാര സമർപ്പണവും പ്രതിഭാ സംഗമവും ഗുരുവായൂരിൽ നടന്നു. ഗുരുവായൂർ നഗരസഭ ടൗൺ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ ഭാവി രൂപീകരണത്തിന് വഴികാട്ടിയാകുന്ന ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളെക്കുറിച്ച് പ്രശസ്ത കരിയർ കൺസൾട്ടന്റ് ഷാഹുൽ K. പഴുന്നാന കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. ചടങ്ങിൽ മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ പഠിച്ചവർക്കും മണ്ഡലത്തിന് പുറത്തു പഠിക്കുന്ന ഗുരുവായൂർ സ്വദേശികളായ നൂറുകണക്കിന് പ്രതിഭകൾക്കും MLA പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ, ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, TT ശിവദാസൻ, PK രാജേശ്വരൻ, ഗാദർ ചക്ര, വിദ്യാർത്ഥി പ്രതിനിധി സഹൃദയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിന്മനം സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.